നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ADGP സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്ന് ക്ഷേത്ര ഭരണസമിതി വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പല വസ്തുക്കളും കാണാനില്ലെന്ന പോലീസിന്റെ വാദങ്ങൾ തെറ്റാണെന്നും അടിസ്ഥാനരഹിതമായ ഇത്തരം റിപ്പോർട്ടുകൾ സമർപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചതിനെ തുടർന്ന് അതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ സത്യാവസ്ഥ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 2026 മെയ് 20 ചേർന്ന ഭരണസമിതി യോഗം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതല വഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ നിർദ്ദേശാനുസരണം നടത്തിയ വിശദമായ പരിശോധനകളുടെയും രേഖകളുടെ അവലോകനത്തിന്റെയും അടിസ്ഥാനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നത്. DGPയുടെ റിപ്പോർട്ടിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വൈരനാമവും വിളക്കും ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ തന്നെ തികച്ചും സുരക്ഷിതമായിരിപ്പുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭരണസമിതി അംഗങ്ങൾ നേരിട്ട് ശ്രീകോവിലിനുള്ളിൽ ചെന്ന് ഈ വസ്തുക്കൾ കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ ഭക്തജനങ്ങൾ ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണക്കട്ടികളും ഉൾപ്പെടെയുള്ള എല്ലാ സമർപ്പണ വസ്തുക്കളും സുരക്ഷിതമായി സംരക്ഷിച്ചു വരുന്നുണ്ടെന്നും അവയുടെ കൃത്യവും വ്യക്തവുമായ കണക്കുകൾ ക്ഷേത്രത്തിലുണ്ടെന്നും റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കണക്കുകൾ സമയാസമയങ്ങളിൽ കൃത്യമായി ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ളതാണ്. ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉന്നയിച്ച ആക്ഷേപങ്ങളും ഭരണസമിതി പൂർണ്ണമായി നിഷേധിക്കുന്നു. ചില വ്യക്തികൾ യാതൊരുവിധ സുരക്ഷാ പരിശോധനയുമില്ലാതെ ക്ഷേത്രത്തിൽ വന്നു പോകുന്നുവെന്ന പോലീസിന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. ചെമ്പകത്തിൻമൂട് നടവഴിയുള്ള പ്രവേശനം ക്ഷേത്രസ്ഥാനിക്കും രാജകുടുംബ അംഗങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റാർക്കും ഈ വഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ പുറത്തു പോകാനോ അനുവാദമില്ല. ഭക്തരും ജീവനക്കാരും അതിഥികളും അടക്കമുള്ള മറ്റെല്ലാവരും കേരള പോലീസിന്റെ സുരക്ഷാ വിഭാഗം നടത്തുന്ന കർശനമായ പരിശോധനകൾക്ക് വിധേയമായി മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതെന്നും ഭരണസമിതി പറയുന്നു. ക്ഷേത്രഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്കും സൽപ്പേരിനും കളങ്കം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ബന്ധപ്പെട്ട ക്ഷേത്രാധികാരികളെയോ ഭരണസമിതിയോ സമീപിക്കാതെയും യുക്തിസഹമായ യാതൊരു അന്വേഷണവും നടത്താതെയും വസ്തുതകൾ സമഗ്രമായി പരിശോധിക്കാതെയുമാണ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു തെറ്റായ റിപ്പോർട്ട് നൽകിയത്. അതിനാൽ ഈ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ 2026 മെയ് 29 ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു.